ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എന്തായി എല്ലാവരും നമ്മൾ ലാസ്റ്റ്ലി അപ്ലോഡ് ചെയ്ത 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബൗൾ കേക്ക് ഉണ്ടാക്കിനാ? അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി എന്നെല്ലാം. ബാക്കിയുള്ളവരൊന്നും കമൻറ്റ്സ് കാണുന്നില്ല. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ മൈക്രോവേവ് ഓവൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നതിൽ ഐക്കിയിൽ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്സും അതുപോലെ തന്നെ കാനങ്ങാട് എൻ്റെ കസിൻ്റെ ഒരു വീട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ നമ്മൾ പോയപ്പം സ്വിമ്മിംഗ് പൂളും അതുപോലെ ജിമ്മും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറുമാണ് ഇന്ന് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ പുതിയ വീട് എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ബെഡ്റൂം അതുപോലെ കിച്ചന് പിന്നെ നമ്മുടെ ഡൈനിങ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഐക്യയിൽ നിങ്ങൾ ഐക്യയിൽ മുന്നേ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവുക. ശരിക്കും അതങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും അവിടെ ഒന്ന് അതന്നെ കറക്റ്റ് സെയിം സാധനം നമ്മളെ വീട്ടിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അത്രയും നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഓരോ ഏരിയയും. അതും എത്ര ചെറിയ സ്പേസിലാണെന്നറിയാം ഓരോരോ ഭാഗങ്ങൾ അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ ഒരു പുതിയ വീട് എടുക്കുന്നവരിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഇല്ലാണ്ട് തന്നെ എല്ലാ സൗകര്യവും നമുക്ക് പിന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് ഇവർ സെറ്റ് ചെയ്ത കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ കോർണർ വരെ അവർ ഇപ്പം ഒരു കോർണറൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നൊക്കെ കബേർഡ് തുറക്കുന്ന രീതിയിലുള്ള കബേർഡൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഐഡിയാസ് കിട്ടും ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യാസലൻഡിൽ ഐക്കില പോയിനെങ്കിൽ നല്ലോണം നടക്കാനുണ്ടാവും. ഒരുപാട് നമുക്ക് നടന്നിട്ട് ഒരു 1 ഡേ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാണ്ട് അത്രയും ഉണ്ടാവും. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ടൈം എടുത്തിട്ട് കുട്ടികളെ കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് മടുക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് തന്നെ ആയിരിക്കും ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവുക അല്ലേ. ഇതിപ്പം ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിക്കഴിഞ്ഞാലില്ലേ നമുക്കിത് കാണുമ്പോൾ പെട്ടെന്ന് എടുക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ചില പൊടി വരുമ്പോഴൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കുറച്ച് കാലം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഈ ലൈറ്റൊക്കെ കാണുന്നില്ല, അതിൽ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഒരു ലിവിങ് റൂമാണ് കേട്ടോ കാണുന്നത്. പിന്നെ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ഓരോരോ കോർണറിൽ ഓരോരോ എന്താണ് നമ്മളിതാ കോട്ടിയാട് പോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ അതിൻ്റെ ഫ്ലോറിങ് നോക്കിയേ ആ ഒരു രീതിയിലുള്ള ഫ്ലോറിങ്ങും പിന്നെ കുറച്ച് എന്താണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സൈഡിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നാട്ടിലെ ഒരു ട്രെൻഡാണല്ലോ നമ്മളെല്ലാ വീട്ടിനും ഒരു കോട്ടിയാട് ഉണ്ടാവാന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ടൈലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അതിൻ്റെ ഒരു റീലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടിയാടിൻ്റെ ആ ഒരു വീട് എൻ്റെ ഒരു ഫ്രണ്ട് തളിപ്പറമ്പിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അപ്പം അതും അത്യാവശ്യം ഒരുപാട് വ്യൂസ് പോയിട്ടുള്ള റീലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ ചെടികൾ കാണാനും അത് ആസ്വദിക്കാനും മഴ ആസ്വദിക്കാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് അത്. നോക്കി നോക്ക് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കളർ കിച്ചൺ നിങ്ങൾ നോക്കിയേ. ഈ ഒരു ആഷ് കളർ ഐക്യ കിച്ചൺ അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈല്, പിന്നെ അതിൻ്റെ മേലിലെ കബേർഡ് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാഗ്നറ്റിക് പവർ ഉള്ളത് കൊണ്ട് അതങ്ങനെ ക്ലോസ് ചെയ്യും. ഇതിൻ്റെ സൈഡിൽ കണ്ട കുട്ടികൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാട്ടോ അത്. ചെറിയ മക്കളെല്ലാം ഉണ്ടാകുമ്പം നമ്മൾ കിച്ചൺ കബേർഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് ആ ഒരു സാധനം വാങ്ങിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ നമ്മൾ ആ കിച്ചൺ കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റെ അടുത്ത് തൊട്ടൊരു ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഹെഡ്സെറ്റിൻ്റെ അടുത്ത് നിന്ന് ആ ലൈറ്റ് വരുന്നതും പിന്നെ അതിൻ്റെ മേലിലെ കുറേ സീനറീസും സൈഡ് കബേർഡും ഒക്കെ രസമുണ്ട് അല്ലേ. അതുപോലെ ബെഡ്ഷീറ്റൊക്കെ നിങ്ങൾ നോക്കിയേ, നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റാണ്. ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടാവും. ആ ഒരു റേറ്റിന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഐക്കിയിലെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് എന്താ പറയുക, ഓരോന്നിനും ഓരോ റേറ്റാണ്. നല്ല റേറ്റും ഉണ്ട്. നമ്മളിപ്പം ഒരു സ്ക്രൂ എടുക്കുമെങ്കിൽ അതിനൊരു റേറ്റ്, അല്ലാതെ നമ്മൾ ഓരോരോ പീസായിട്ടാണ് അവിടെ റേറ്റ് ഇടുക. പിന്നെ അതാ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഷോക്കേസ് ഗ്ലാസ്സൊക്കെ വെക്കുന്നത് നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെല്ലാം ഓരോ കോർണറിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസ്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ലൈറ്റെല്ലാം വെച്ച് വെക്കുകയാണെങ്കിൽ സംഗതി കിടുക്കനാണല്ലേ.
ഇതിനിടയിൽ കാണിച്ച ആ ഒരു പ്ലാന്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ അധികം സൈഡിലൊക്കെ ഇങ്ങനെ ബ്ലർ പോലെ ആക്കിയിട്ട് ആ ഒരു പ്ലാന്റിൽ ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ ഈ ഒരു ഐക്യ കിച്ചൺ എന്ന് പറയുന്നത്. താഴ്ഭാഗത്ത് ആ ഒരു വൈറ്റും അതിൻ്റെ ആ ഒരു ടൈല് വരുന്നത് പിന്നെ ആ ഒരു കളറിലായിട്ട് സെൻറ്ററിൽ ആ ടേബിളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. നമുക്ക് ആ ഒരു കിച്ചൺ എത്ര കണ്ടാലും മടുക്കാത്ത പോലത്തെ ഒരു ഫീലാണ്. നമ്മുടെ നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മോഡുലാർ കിച്ചണിനേക്കാളും കുറച്ചും കൂടി ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ രീതിയിലുള്ള ഐക്യ കിച്ചൺ ആ ഒരു മോഡലിലാണ് കേട്ടോ. ആ ഒരു പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു മോഡലാണല്ലേ അത്. നമ്മൾ പണ്ടേ നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു മോഡൽ അതെനിക്ക് തോന്നുന്നു എപ്പോഴും ഔട്ടാവാത്തൊരു മോഡലും കൂടിയാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടത് കാണാൻ. അപ്പം അതുപോലെ ഇതാ ഒരുപാട് പിന്നെ ബാക്കിയുള്ള കുഞ്ഞു സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന കിച്ചൻ്റെ ഐഡിയാസും അതിൻ്റെ കബേർഡും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിരുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ നമ്മുടെ മറ്റേ വീഡിയോ തുടങ്ങുമ്പോൾ വീണ്ടും വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. ഇതിൽ കാര്യമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല, എല്ലാം നിങ്ങൾ കണ്ടോളൂ. ഓക്കെ. നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചുന്ന വീഡിയോസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കിഡ്സ് റൂമിലൊക്കെ അതിൻ്റെ വാളിൽ എത്ര സ്ക്വയർ ഫീറ്റാന്നുള്ളത് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഫോക്കസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീടെടുക്കുന്നവരാണെങ്കിൽ ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ തന്നെ ഇതുപോലുള്ള കിഡ്സ് റൂം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ 2 ബെഡൊക്കെ 2 സൈഡിലിട്ട് സെൻറ്ററിൽ പോർഷൻ ഒഴിവാക്കിയിട്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസൊക്കെ അതിൽ നിന്ന് കിട്ടും. അതിൽ ആ ഒരു കിഡ്സ് റൂമിൻ്റെ മേലിൽ വെച്ച ആ ഒരു പിന്നെ എന്താണ് തട്ടില്ലേ, നമ്മൾ തട്ടെന്ന് പറയും, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അത് കൂടാണ്ട് പിന്നെ അതിൻ്റെ കർട്ടന് കാര്യങ്ങളൊക്കെ നല്ല ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. എന്തായാലും പുതിയ വീടൊക്കെ എടുക്കുന്നവർക്ക് കിഡ്സ് റൂമൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും ഒരു ഉപകാരപ്രദമായിരിക്കും.
അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വീട്. കാനങ്ങാടിൽ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ആയതുകൊണ്ട് ഒരുപാടൊന്നും പുറം ഭാഗം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആവുന്നത്ര കവർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റ് ഔട്ട് കാണുന്നത് നീളത്തിലാണ് കേട്ടോ, നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. ഓരോരോ വീട്ടിൽ ചെറിയ സിറ്റ് ഔട്ട് നീളത്തിൽ, എനിക്ക് കുറച്ച് നീളത്തിലുള്ള സിറ്റ് ഔട്ട് ഇഷ്ടമാണ്. ചില പുറത്ത് പോയി ഇരുന്ന് ആസ്വദിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള സിറ്റ് ഔട്ടാണ് എനിക്കിഷ്ടം. പിന്നെ ഇതാ കയറിയപാട് തന്നെ ലിവിങ് സ്പേസ് കാണാം. അവിടെ നല്ല കളറിലുള്ള സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ലിവിങ് റൂമിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു ക്രോക്കറി ഷെൽഫും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ആൾക്ക് ഇരിക്കുന്ന 10 സീറ്റർ ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് സ്പേസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഡൈനിങ് സ്പേസിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മളിവിടെ UAE വന്നു കഴിഞ്ഞാൽ അറബിക് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സെറ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വീട്ടിൽ ഏകദേശം ഞാനിപ്പോൾ എല്ലാ ബെഡ്റൂമിലൊക്കെ പോയിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു പിന്നെ എന്താണ് ബെഡിൻ്റെ ഹെഡ്സെറ്റൊക്കെ കാണുമ്പം ഇവിടുന്ന് ഉള്ള ആ ഒരു വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫീലാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ UAE വീട്ടിൽ അറബി വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള സെറ്റിങ്സാണ്, കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാ ബെഡ്റൂമുകളും നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഒരു പിന്നെ ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ പോയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ആ ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ ഇറ്റാലിയൻ മാർബിൾ ആ ഒരു ലൈറ്റിൽ നല്ലോണം ഒരു ഷൈനിങ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നേരെ പോയിട്ട് 2 എണ്ണമായിട്ട് സൈഡിലോട്ടേക്ക് പിന്നെ പോകുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണ് ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോ സ്റ്റെയറിനും നല്ലൊരു എന്താ പറയുക
സ്പേസ് ഉണ്ട്, നമുക്ക് റിലാക്സ് ചെയ്തിട്ട് കയറാൻ പറ്റിയ രീതിയിലുള്ള, നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു കാലുവേദനയൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മേലിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അതിനിടയിലില്ല താഴ്ന്ന് കാണുമ്പോൾ ഇല്ല വലിയ ആ ഒരു വർക്ക് നിങ്ങൾ കണ്ടിട്ടില്ല, ചുമരിൻ്റെത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുറത്തേക്ക് പോയ ആ ഒരു നമ്മൾ പുറത്ത് കോർട്ട്യാർഡിലേക്ക് പോകുന്ന ആ ഒരു ഡോറ് നിങ്ങൾ കണ്ടില്ല, സ്ലൈഡിങ് ഡോറ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു വലിയ ഒരു സൈസിലാക്കിയത് കൊണ്ട് നല്ലൊരു പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള വോള് നിങ്ങൾ ശ്രദ്ധിച്ചിനാ, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചുമരില്ലേ, നമ്മൾ മതിൽ കെട്ടെന്ന് പറയില്ലേ, ആ വോളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് എവിടെയും കാണാത്ത ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ബാക്കോട്ട് പോയിട്ട് അത് വീഡിയോ ആ ഒരു ഭാഗം ഒന്ന് നോക്കിയിട്ട് വാട്ടാ. അപ്പോൾ അതാ നമ്മൾ ഓരോരോ ബെഡ്റൂമായിട്ട് മേലും ഫുള്ളായിട്ട് താഴത്തെ ബെഡ്റൂമും മേലത്തെ ബെഡ്റൂമും ഓരോന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ. പിന്നെ വരുന്നത് മെയിനായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ജിമ്മും പിന്നെന്താ ഒരു സ്വിമ്മിങ് പൂളും ഇതിൻ്റെ മേലിലുള്ള ഭാഗത്താണ് ഉള്ളത് വീട്ടിൻ്റെ. അപ്പോൾ ഫുൾ കവേർഡ് ആയിട്ടുള്ള സ്വിമ്മിങ് പൂളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കാം. അപ്പം ഈ ഒരു വീടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും പിന്നെ കമൻസിൽ അറിയിക്കുക. അതുപോലെ ഐക്യ കിച്ചൻ്റെ ഇനിയും നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഞാനിപ്പോൾ ഇവിടെ UAE-ലുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് എന്താ പറയുക, നമ്മളെ കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഇതാ ഈ ഒരു വീടിനെ കുറിച്ച് കാണിച്ചപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ വീട് പോയപ്പം. അങ്ങനെ ഒരു എന്താ പറയുക, അത്രയും സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് എന്നൊക്കെ പറയാറില്ലേ, മാഷാ അല്ലാഹ്. നല്ലോണം നമുക്ക് ചില വ്യക്തികളെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടപ്പെടലാണല്ലോ, അതുപോലുള്ള ഒരു വ്യക്തിയാണ് ആ വീട്ടിലുണ്ടായത്. അവരെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉമ്മയിലുള്ള ആ ഒരു വീട്ടിൽ നല്ലൊരു സ്വീകരണമായിട്ട് നമുക്ക് പോയ സമയത്ത് കിട്ടിയിട്ടുണ്ടായത്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ കാണിച്ച ആ ഒരു മനസ്സ്, എല്ലായിടത്തും പോയിക്കോ എടുത്തോ കാണിച്ചോ എന്നുള്ളത് എന്താ അറിയില്ല, ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേക താങ്ക്സ് അവർക്ക് ഇതിൽ കൂടി അറിയിക്കുന്നത്. ഞാൻ പറഞ്ഞത് കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണിത്. മ്യൂസിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഓരോരോ കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീടെടുക്കുന്ന സമയത്തോ എല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീടിൻ്റെ കിച്ചൺ ഭാഗം നിങ്ങൾക്ക് കാണണ്ടേ, ഈ കിച്ചനും അതുപോലെ തന്നെ കിച്ചൻ്റെ അടുത്തുള്ള ടോയ്ലറ്റും പിന്നെ ഒരു വർക്ക് ഏരിയ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദർ വരുന്ന സമയത്ത് എല്ലാവർക്കും അവിടെ ഒന്നിച്ചിരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ കിച്ചൺ ഭാഗത്തുള്ളത്. അതും മനോഹരമായിട്ട് ഇവർ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇനി കൂടുതൽ റെസിപ്പീസ് വീഡിയോസും വ്ളോഗ്സും കേക്ക് വീഡിയോയും റെസിപ്പി ഇതായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രം കാട്ടൂർ ഫേസ്. See you.